ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊന്ന് മൈസൂർ പോവാണ്. വയനാട് വഴിയാണ് പോകുന്നത്. നല്ല മഴയാണ്. ഇടവാവിൻ്റെ അന്നാണ് പോകുന്നത്, കാരണം ലീവാണല്ലോ. എല്ലാവരും പുറത്ത് പോകുന്ന സമയമാണല്ലോ. ഗുണ്ടൽപേട്ട എത്തിയപ്പം ഭയങ്കര ബ്ലോക്ക്, 1.5 മണിക്കൂർ ബ്ലോക്കായിരുന്നു. അവിടെ കുറേ നേരം നിന്ന് ഈ ചരക്ക് വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കുറേ നോക്കി നിന്ന്. പിന്നെ ഞങ്ങൾ ഗുണ്ടൽപേട്ട എത്തി. ഇപ്പോൾ ഓണത്തിൻ്റെ സീസണാണല്ലോ, അവിടെ പൂവിൻ്റെ കൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി. പക്ഷേ ഭയങ്കര റേറ്റാണ്. ഒരാൾക്ക് 20 രൂപ, ഒരാൾക്ക് 30 രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പൈസ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഈ ചെറിയ പിഞ്ചു മക്കളില്ലേ, പിഞ്ചു മക്കൾക്കും ഈ വലിയ ആൾക്കാരുടെ റേറ്റ് തന്നെയാണ് അവർ വാങ്ങിക്കുന്നത്. പല സ്ഥലത്തും പല ചാർജുമാണ് വരുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ചാർജൊന്നും നോക്കിയില്ല. ഞങ്ങളും കുറേ ഫോട്ടോ എടുത്ത് അവിടുന്ന് ഞങ്ങൾ ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ് പോയത്. അവിടെ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഒരു ഏട്ടൻ പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് സൂപ്പർ സ്ഥലമാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വിട്ടു. ഈ നേരെ കാണുന്ന മലയല്ലേ, ആ മലേൻ്റെ മുകളിലെത്തണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കുന്ന അവിടെ നിന്ന് തന്നെയുള്ള കപ്പിൾസാണ് പോകുന്നത്. ഓരോ അങ്ങോട്ടേക്ക് തന്നെ അവർ പറഞ്ഞു കേട്ടിട്ട് പോവുകയാണ്. ഞങ്ങൾ കുറേ ദൂരം അങ്ങനെ പോയി. ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, കാറിൽ തന്നെ പോകാമെന്നാണ്. പക്ഷേ ഇത്രയും ദൂരം പോയിട്ടും അവിടെ നിന്ന് ഞങ്ങൾക്ക് എത്രയോ ദൂരം എന്ന് വെച്ചാൽ എത്രയോ ദൂരം പോകണം. ഞാൻ കുറേ നേരമായി ചോദിക്കുന്നത് എത്താനായോ. പക്ഷേ കാക്ക എത്തി ഇങ്ങനെ പറയാം. അവിടെ നിന്ന് പിന്നെ നമുക്ക് KSRTC ബസ്സിലാണ് ഈ അമ്പലത്തിലേക്ക് പോകേണ്ടത്. ഈ അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ KSRTC ബസ്സിന് ഒരാൾക്ക് 70 രൂപയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഈ അമ്പലത്തിലെ ജാതി ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കയറാം കേട്ടോ. ഞങ്ങൾ ഫ്രണ്ടിലെത്തി ഇപ്പോൾ കോടേനെ കൊണ്ട് മൂടി കിടക്കുകയാണ് ഈ അമ്പലം. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ്. ഈ കാറ്റടിച്ചിട്ട് നമുക്ക് ഈ അമ്പലത്തിലേക്ക് കയറാൻ പോലും പറ്റൂല. അമ്മാതിരി കാറ്റും, കണ്ണ് വരെ കാണാത്ത അത്ര കോടയങ്ങൾ കാണുന്നില്ലേ. പക്ഷേ സൂപ്പർ സ്ഥലമാണ്. മക്കൾക്ക് പേടിയായത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മൈസൂരേക്കാണ്. അത് ഞാൻ അടുത്ത വ്ളോഗിലിടാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ ഗോപാലസ്വാമി ടെമ്പിളിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ.